ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ അയൽപക്കത്തോ ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മെഷീൻസിനോ ഒക്കെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് സ്പാനറും സ്ക്രൂ ഡ്രൈവറും ഒക്കെ ആയിട്ട് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ചാടി പുറപ്പെടുന്നവരാണോ നിങ്ങൾ? പാഠപുസ്തകത്തിലെ കൺസെപ്റ്റുകൾ കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ അവ നിത്യജീവിതത്തിൽ പ്രയോഗിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണോ നിങ്ങൾ? ചുരുക്കി പറഞ്ഞാൽ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ചെയ്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? Then ITI courses are meant for you. Dear friends, this is Rahul. Welcome to Career Notes Malayalam. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് ക്ലാരിഫിക്കേഷൻസ് പറയാനുണ്ട്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ട്രഡീഷണൽ കോഴ്സുകളിലേക്കും അല്ലെങ്കിൽ BTech MBBS തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കും കുട്ടികൾ ഒരു പ്ലാനിങ് ഇല്ലാതെ കടന്നു ചെല്ലുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഒരു കോഴ്സിന് പോകുന്നത് മോശമാണോ, അതായത് ട്രഡീഷണൽ കോഴ്സുകൾ ഇനി ചെയ്താൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവത്തില്ലെന്നോ അല്ലെങ്കിൽ MBBSനോ BTechനോ ഒന്നും പോകരുതെന്നോ എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പകരം ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ്: അതായത് നമ്മൾ ഏത് കോഴ്സിന് പോയാലും ആ കോഴ്സിൻ്റെ അവസരങ്ങൾ, ആ കോഴ്സ് മുന്നോട്ട് നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് വഴിയിലാണ് നാം തിരിയേണ്ടത് എന്നതിനെപ്പറ്റി നമുക്കൊരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം, ഐഡിയ വേണം. അപ്പോൾ ഇത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, PSC എക്സാംസോ ഗവൺമെൻറ് ജോബ്സോ ഒന്നും ഒരു ബാലികേറ മലയാണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പകരം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: നമ്മളുടെ നാട്ടുകാരുടെയോ വീട്ടുകാരുടെയോ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, PSC കോച്ചിങ്ങിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരു തീവ്രമായ ആഗ്രഹത്തോടെ ഞാൻ സർക്കാർ ജോലി നേടും എന്നൊരു ഡിറ്റർമിനേഷനോടുകൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ PSC കോച്ചിങ്ങിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ PSC എക്സാംസ് പാസ്സാകാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, ഇനിയുള്ള കാലത്ത് ഗവൺമെൻറ് ജോബ് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പകരം നല്ല താല്പര്യത്തോടുകൂടി ഒരു ഡിറ്റർമിനേഷനോടുകൂടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, PSC കോച്ചിങ്ങിനെയും എക്സാമിനെയും സമീപിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്ര മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ITI കോഴ്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 10 കഴിഞ്ഞ ഒരുപാട് കൂട്ടുകാർ അടുത്തത് എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും. +2 പോകണോ, ITIക്ക് പോകണോ, അല്ലെങ്കിൽ പോളിടെക്നിക്കിന് പോകണോ, അപ്പോൾ ഇങ്ങനെയൊരു കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനിയുള്ള 1-2 വീഡിയോസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ITI കോഴ്സിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ചില കൂട്ടുകാർക്ക് മെഷീൻസിൻ്റെ ഓപ്പറേഷൻസിലായിരിക്കും താല്പര്യം. അതായത് മെഷീൻസിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കുക, സിമിലർ മെഷീൻസ് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ കേടായ മെഷീൻസൊക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആയിരിക്കും ചില കൂട്ടുകാർക്ക് താല്പര്യം. നമ്മുടെ സ്പടികത്തിൽ തോമസ് ചാക്കയെ ഓർക്കുന്നില്ലേ, അതുപോലെ. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് പറ്റിയ കോഴ്സസാണ് ITI കോഴ്സസ്. പക്ഷേ ഈ ITI കോഴ്സസിനെ പറ്റി പറയുമ്പം ചിലരെല്ലാം ചാക്കോ മാഷിനെ പോലെയാണ് പെരുമാറുന്നത്. അതായത് മാത്തമാറ്റിക്സിലെ ഇൻ്റഗ്രേഷന്, ഡിഫറൻസിയേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, അരിതമെറ്റിക് പ്രോഗ്രഷൻ, പ്രോബബിലിറ്റി, ഇങ്ങനെയുള്ള മാത്തമാറ്റിക്സിലെ പോർഷൻസും ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, കറണ്ട് ഇലക്ട്രിസിറ്റി, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, തെർമോഡൈനാമിക്സ്, പിന്നെന്താണ് റിജിഡ് ബോഡി മെക്കാനിക്സ്, അപ്പോൾ ഇങ്ങനെയുള്ള ഫിസിക്സിലെ പോർഷൻസും, പിന്നെ കെമിസ്ട്രിയിലെ ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ബയോളജിയിലെ പ്ലാന്റ് ഫിസിയോളജി, ആനിമൽ ഫിസിയോളജി, പ്ലാന്റ് അനാട്ടമി, പിന്നെ ഇവല്യൂഷൻ, അപ്പോൾ ഇങ്ങനെയുള്ള ബയോളജി ടോപ്പിക്സും. അപ്പോൾ ഇതെല്ലാം ഒരു 17-18 വയസ്സിനുള്ളിൽ പഠിച്ചിട്ട് ഫുൾ A+ വാങ്ങി ഫ്ലെക്സിലൊക്കെ കയറി ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ തീർന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു മനോഭാവമായിട്ട് നടക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ചുറ്റിനും കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഫുൾ A+ കിട്ടിയ കുട്ടികളെ നോക്കുവാണെങ്കിൽ അവർ ടോപ്പ് ഓഫ് ദ വേൾഡ് ആണ് എന്നൊരു മനോഭാവമൊന്നും അവർക്കില്ല. അപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നമ്മുടെ ചില അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാണ് ഇങ്ങനൊരു ചിന്താഗതിയായിട്ട് നടക്കുന്നത്. അതായത് ഫുൾ A+ കിട്ടിയാൽ വലിയ മിടുക്കൻ, A+ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ മോശക്കാരാണ് എന്നൊരു ചിന്താഗതി. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ അല്പം മാർക്ക് കുറഞ്ഞ കുട്ടികളുടെ മനസ്സിൽ ഒരു അപകർഷതാബോധമാണ് സൃഷ്ടിക്കുന്നത്. അതായത് തങ്ങൾ വളരെ മോശക്കാരാണ്, വളരെ ലോ ലെവലിലുള്ള ആളുകളാണ്, ഇനിയിപ്പോൾ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു അപകർഷതാബോധമാണ് ഇത്തരക്കാർ ഈ പാവം കുട്ടികളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത്. പക്ഷെ നിങ്ങൾ A+ കിട്ടിയ ചേട്ടന്മാരോടോ ചേച്ചിമാരോടോ ഒക്കെ ചോദിച്ചു നോക്കിക്കോ, അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പ്രിവിലേജ് ഈ A+ കിട്ടിയതുകൊണ്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാനൊരു ഫുൾ A+ കാരനാണ്. ഞാൻ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 2012 +2 പാസ്സായത്. ഫുൾ A+ ഉണ്ടായിരുന്നു.
ഫ്ലെക്സിലും പത്രത്തിലും ഒക്കെ ഫോട്ടോയും വന്നതാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എനിക്കുണ്ടായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചങ്ങനാശ്ശേരി SB കോളേജിൽ BSc ഫിസിക്സിന് അഡ്മിഷൻ കിട്ടി. അത് പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മാത്രമല്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുൾ A+ കിട്ടിയിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ അഡ്മിഷൻ കിട്ടിയാലേ നമുക്ക് കോളേജിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് തെറ്റായ ചിന്തയാണ്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് +2 മാർക്ക് വെച്ചിട്ടാണ്. പക്ഷേ അല്പം മാർക്ക് കുറഞ്ഞു എന്ന് കരുതിയിട്ടോ സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ടോ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പാർട്ട് ടൈം ജോബ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക, അല്ലാതെയുള്ള ഓഫ്ലൈൻ ഓൺലൈൻ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാർട്ട് ടൈം ജോബ്സ് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ അതാണ് ഒരു വലിയ കാര്യം. അതായത് നമ്മൾ പഠിക്കുന്നതോടൊപ്പം ഒരു ചെറിയ തൊഴിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അതായത് നിങ്ങളിപ്പോൾ സിവിൽ സർവീസ് ഇൻ്റർവ്യൂസൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു ഇൻ്റർവ്യൂവിന് പോയാലും നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും ചെറിയ ജോബ് കൂടെ ചെയ്ത് അതിൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് ഒരു പ്രത്യേക ഡിമാൻഡാണ്. കാരണം നമ്മൾ ഈ ഒരു ജോലി ചെയ്യുക എന്ന് പറയുമ്പം ഒരുപാട് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ നമ്മൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഒരു പാർട്ട് ടൈം ജോബിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫുൾ A+ കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമില്ല എന്ന് കരുതിയിട്ടൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പാർട്ട് ടൈം ജോബ് ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ പിന്നെ കോളേജിൻ്റെ ടൈമിങ്സൊക്കെ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. അതായത് 2 മണിക്കുള്ളിൽ തന്നെ ക്ലാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ടൈം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു രീതിയിൽ കോളേജിൻ്റെ ടൈം മാറ്റുന്നതിനെ പറ്റി ഇപ്പം ഭരണതലത്തിൽ ആലോചിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് റിയൽ ലൈഫ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇങ്ങനെയുള്ള പഠനത്തോടൊപ്പമുള്ള പാർട്ട് ടൈം ജോബ്സ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏണിങ്സും ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഫുൾ A+ കിട്ടിയില്ല, അതുകൊണ്ട് സ്കോളർഷിപ്പുകളൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് വീട്ടുകാരുടെ നിന്ന് മാത്രം പൈസ വാങ്ങിച്ച് മാത്രമേ പഠിക്കത്തുള്ളൂ, അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഏണിങ്സും ഉണ്ടാക്കാനുള്ള അവസരം ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് മാർക്ക് കിട്ടിയിട്ടില്ല എന്നോ A+ കുറഞ്ഞിട്ടുണ്ടോയെന്നോ കരുതിയിട്ട് പേടിക്കേണ്ടതോ വിഷമിക്കേണ്ട കാര്യമോ ഇന്ന് ഇല്ല. പിന്നെ എനിക്കുണ്ടായ ഒരു ബെനിഫിറ്റാണ് പിന്നെന്താണ്, നമ്മൾ ഈ A+ ഒക്കെ കിട്ടിയിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് അവരുടെ മുന്നിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ഫുൾ A+ ഒക്കെ ഉണ്ട്, കൊള്ളാം എന്നൊരു ഇനീഷ്യൽ ഇംപ്രഷൻ. ആ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ തന്നെ എത്ര ഇൻ്റർവ്യൂസിൽ ബബ്ബെ അടിച്ചിട്ട് ആ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ കളഞ്ഞിരിക്കുന്നു, ജോലി കിട്ടാതെ പുറത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പുറത്തിറങ്ങിയിട്ട് തന്നെ പൂജിച്ചിട്ടുണ്ട്. പറയുമ്പോൾ എന്താ ഫുൾ A+ ഒക്കെ, പക്ഷേ ജോലി ഇല്ല. അല്ല, ഇപ്പം നിലവിൽ ജോലിയുണ്ട്, പക്ഷേ അതല്ല, എന്നാലും ഫുൾ A+ ഉണ്ട്, അതുകൊണ്ട് യു ആർ അപ്പോയിൻറ്റഡ് എന്ന് ഞാനൊരു ഇൻ്റർവ്യൂവിലും കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് A+ൻ്റെ എണ്ണം കുറവാണ്, മാർക്ക് അല്പം കുറഞ്ഞു പോയി, അതുകൊണ്ട് മോശക്കാരനാണ്, ഇനിയിപ്പോൾ ഉയർന്നു വരാൻ പറ്റത്തില്ല, A+ കിട്ടിയ കുട്ടികളെല്ലാം വളരെ ഹൈ ലെവലാണ്, ഞങ്ങൾക്ക് അവരുടെ കൂട്ടത്തിൽ എത്താൻ പറ്റത്തില്ല എന്നൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും വേണ്ട. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പം ഞാൻ എൻ്റെ ഫുൾ A+ കിട്ടിയ കഥകളും മാത്സിന് ഫുള്ള് കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞ് ഞാനെന്തോ വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വേറെ ലെവലാണ്, ഹൈ ലെവലായിട്ടുള്ള ഒരാളാണ് എന്നൊന്നും അല്ല. നമ്മളെന്താണെന്ന് നമുക്കറിയാമല്ലോ. ഫുൾ A+ ഒക്കെ കിട്ടും, അത് എക്സാം എഴുതാൻ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അതും നമ്മളുടെ ആ ഒരു സ്കില്ലും ആയിട്ടൊന്നും ഒരു ബന്ധമില്ല, അത് നമുക്ക് കണക്ട് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഏതെങ്കിലും കൂട്ടുകാർ A+ൻ്റെ എണ്ണം കുറഞ്ഞു പോയി, മാർക്ക് അല്പം കുറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. മുന്നോട്ട് വരാനും എക്സൽ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. അപ്പം ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കാം, ITI കോഴ്സസ്. ITI കോഴ്സസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് 2 കൗൺസിലുകളെ പറ്റി അറിഞ്ഞിരിക്കണം. ഒന്ന് നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ്, 2 സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ്, NCVT ആൻഡ് SCVT. പിന്നൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് അപ്രൻറ്റിസ്ഷിപ്പ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കണം. അത് നമുക്ക് നോക്കാം. NCVT എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു NCVTയുടെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് എന്നാണ്. ITIസിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് 1956 സെൻട്രൽ ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തൊരു അഡ്വൈസറി ബോഡിയാണ് ഏത്? NCVT. ഇത് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ആ ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ NCVTയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCVT ആണ് ഈ ITI കോഴ്സസിൻ്റെ കരിക്കുലം ഡിസൈൻ ചെയ്യുന്നത്. കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് സ്ട്രക്ചർ, നമ്മുടെ സിലബസ് ഉണ്ടല്ലോ, അതാണ് കരിക്കുലം. അപ്പം ITI കോഴ്സസിൻ്റെ എല്ലാം തന്നെ കരിക്കുലം ഡിസൈൻ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആരാണ്? NCVT ആണ്. പിന്നെ NCVTയുടെ മറ്റൊരു ഫംഗ്ഷനാണ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് അഥവാ AITT.
അപ്പോൾ ഇത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? NCVT ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ, അതായത് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിനെ പറ്റിയിട്ടും NCVTയെ പറ്റിയിട്ടും പിന്നെ ഈ നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ നോക്കുക എന്താണ് SCVT. SCVT എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ്. അതായത് NCVT നാഷണൽ ലെവലിൽ ചെയ്യുന്നത് SCVT സ്റ്റേറ്റ് ലെവലിൽ ചെയ്യുന്നു. അപ്പം SCVTയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ NCVTയുടെ അതേ ഫംഗ്ഷൻ തന്നെയാണ്, അത് സ്റ്റേറ്റ് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ITI കോഴ്സസ് എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ITI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം അവിടെ NCVT സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സസും ഉണ്ടായിരിക്കും, SCVT സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സസും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ NCVT കിട്ടുമോ എന്ന് നോക്കുക. കാരണം നമ്മൾ നാഷണൽ ലെവലിൽ ഒരു അപ്രൻറ്റിസ്ഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് NCVT സർട്ടിഫിക്കറ്റിനാണ് വാല്യൂ കൂടുതൽ. അപ്പം NCVT കിട്ടിയില്ലെങ്കിൽ മാത്രം എന്തെടുക്കുക? SCVT എടുക്കുക. അപ്പം SCVT കിട്ടിയിട്ടുള്ളെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക. കാരണം SCVT NCVT ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഇവിടെ വായിസായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടും, അതായത് എങ്ങനെയാണ് ഈ SCVT സർട്ടിഫിക്കറ്റ്സ് NCVTയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അങ്ങനെ ഞാൻ എവിടെയോ വായിച്ചതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്കിതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എല്ലാ ഗവൺമെൻറ് ITIസിലും മിക്ക ITIസിലും നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്ന ഇലക്ട്രീഷ്യന്, വെൽഡർ, പ്ലംബർ, ടർണർ, ഫിറ്റർ ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം NCVT സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്രൻറ്റിസ്ഷിപ്പ് എന്താണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ITI കോഴ്സസ് കഴിഞ്ഞ് പാസ് ഔട്ടായിട്ട് പുറത്തിറങ്ങിയെന്ന് കരുതുക. അങ്ങനെ പുറത്തിറങ്ങുന്ന നിങ്ങൾക്ക് മെഷീനറീസിൻ്റെയൊക്കെ ഓപ്പറേഷനെ പറ്റിയിട്ട് ബേസിക് ഐഡിയ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ നമ്മളൊരു റിയൽ ഇൻഡസ്ട്രിയിലേക്ക് ചെന്ന് കഴിയുവാണെങ്കിൽ ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് മെഷീനറീസൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ബേസിക് നോളജുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സൽ ചെയ്യാൻ പറ്റിക്കോണം എന്നില്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് വേണം? റിയൽ ഇൻഡസ്ട്രിയുമായിട്ട്, റിയൽ ലൈഫ് ഓപ്പറേഷൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ITI കോഴ്സസ് കഴിഞ്ഞ് ബേസിക് നോളജുമായിട്ട് പാസ് ഔട്ട് ആവുന്ന ഒരാൾക്ക് റിയൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഈ മെഷീനറീസൊക്കെ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ട്രെയിനിങ്ങിനെയാണ് നമ്മൾ അപ്രൻറ്റിസ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്രൻറ്റിസ്ഷിപ്പ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ യൂണിയൻസിൽ ഒക്കെ അപ്രൻറ്റിസ്ഷിപ്പിനുള്ള അവസരമുണ്ട്. അപ്പോൾ ITI പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതേപ്പറ്റി ചിന്തിച്ച് തുടങ്ങുക. ITIക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതേ പറ്റിയിട്ട് ചിന്തിച്ച് തുടങ്ങണം. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എൻ്റെ ട്രേഡിന് ഏറ്റവും ബെസ്റ്റ് അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. അപ്പം ഈ അപ്രൻറ്റിസ്ഷിപ്പിൽ നിങ്ങൾക്ക് ക്ലാസ് റൂം ലേണിംഗ് ഉണ്ട്, അതോടൊപ്പം തന്നെ പഠിച്ച കൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമുണ്ട്. ഒരു ട്രേഡ് എക്സ്പേർട്ടിനോടൊപ്പമാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്രയോ വർഷമായിട്ട് ആ ഒരു അഡ്വാൻസ്ഡ് മെഷീനറീസൊക്കെ യൂസ് ചെയ്ത ഇൻഡസ്ട്രി വർക്ക് ചെയ്ത് പരിചയമുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരമാണ് നിങ്ങൾക്ക് അപ്രൻറ്റിസ്ഷിപ്പിലൂടെ തുറന്നു കിട്ടുന്നത്. അതോടൊപ്പം തന്നെ യു ഗെറ്റ് ആൻ ഏണിംഗ് വൈൽ യു ലേണിംഗ്. അതായത് സ്റ്റൈപ്പൻഡ് എന്ന പേരിൽ ഒരു ചെറിയ ഇൻകം കൂടെ നമുക്ക് ഈ അപ്രൻറ്റിസ്ഷിപ്പിനോടൊപ്പം കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ ട്രേഡ് അനുസരിച്ച് 8,000 മുതൽ 12,000 രൂപ വരെയാണ് നിങ്ങളുടെ ട്രേഡ് അനുസരിച്ച്. പിന്നെ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് അപ്രൻറ്റിസ്ഷിപ്പിന് പോകുന്നത് എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് 8,000 മുതൽ 12,000 വരെയാണ് ഈ ഒരു സ്റ്റൈപ്പൻഡ് വേരി ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഒരു ട്രേഡ് എക്സ്പേർട്ടിനോടൊപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം. പിന്നെ നിങ്ങളെന്താണ്, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് അല്ലേ. റിയൽ ലൈഫിൽ എങ്ങനെയാണോ ഇൻഡസ്ട്രീസ്, ആ ഒരു ഇൻഡസ്ട്രീസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ കൂടുതൽ സ്കിൽഫുൾ ആവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി തന്നെ എന്ത് ചെയ്യും? നിങ്ങളുടെ കോൺഫിഡൻസും ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് അപ്രൻറ്റിസ്ഷിപ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്. അപ്പം എന്താണ് NCVT, SCVT എന്നുള്ളതും എന്താണ് അപ്രൻറ്റിസ്ഷിപ്പ് എന്നുള്ളതിനെ പറ്റി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു, ക്ലിയറായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.